السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് തൃപ്തിപ്പെട്ടു നൽകിയ അവന്റെ അന്തിമ ദൂതനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട അല്ലാഹുവിൽ നിന്നുള്ള പരിശുദ്ധമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ആദ്യത്തെ പാഠം, ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്ന ആദ്യത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങൾക്കു മീതെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്ന കാര്യം സാക്ഷ്യം വഹിക്കലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്നവരെ, പരലോകമുണ്ട്, അവിടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധ പാലിക്കുന്നവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ കാര്യത്തിൽ ഒരാൾക്ക് പിഴവ് സംഭവിച്ചാൽ, അതിലൊരാൾക്ക് അബദ്ധം പിടഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അബദ്ധത്തിലായി. അത് ഒരാൾക്ക് പിഴച്ചുപോയാൽ അവന്റെ മറ്റെല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ തന്റെ സഹാബിയായ, അവിടുത്തേക്ക് പ്രിയങ്കരനായിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, യാ മുആദ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലയോ മുആദ്, നിനക്കറിയുമോ, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മനുഷ്യരുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ, ഈ ഹദീസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്റെ മേലുള്ള അവകാശം എന്താണ്? ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും അല്ലാഹു പടച്ചത് എന്തിനു വേണ്ടിയാണ്?
നിർബന്ധമായും അള്ളാഹുവിന് നാം നൽകിയിരിക്കേണ്ട ഒന്നാമത്തെ കടപ്പാട് എന്താണ്? ആ കടപ്പാട് തിരിച്ചറിയാത്ത ഒരാൾ മുസ്ലിമാകുമോ? അള്ളാഹുവിനോടുള്ള അവന്റെ ബാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾ അവന് മുസ്ലിമാകുമോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് നൽകി. അവിടുന്ന് പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം അവർ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വലാ യുശ്രികൂ ബിഹി ശൈഅൻ, അല്ലാഹുവിൽ അവർ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഒരു ഇബാദത്തും അല്ലാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. ഈ പറഞ്ഞതാണ് സഹോദരങ്ങളെ അല്ലാഹുവിനോടുള്ള നമ്മുടെ അവകാശം, നമ്മുടെ ബാധ്യത. ഇബാദത്തായി എന്തൊരു കാര്യമുണ്ടോ, നിസ്കാരമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, സകാത്താകട്ടെ, നോമ്പാകട്ടെ, നേർച്ചകളാകട്ടെ, ഇബാദത്തായി എന്തെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ടോ അവയെല്ലാം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ മേലുള്ള അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ നമുക്ക് പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നത് നമ്മുടെ ഒന്നാമത്തെ ശ്രദ്ധ നൽകേണ്ട കാര്യമാണ്. ഈ പറഞ്ഞതിൽ നമുക്ക് പിഴവ് സംഭവിച്ചാൽ, ഈ പറഞ്ഞ അടിത്തറയിൽ നമുക്ക് പിഴവുണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മറ്റേതെങ്കിലും തിന്മകളോ പാപങ്ങളോ സംഭവിക്കുന്നത് പോലെയല്ല അത്. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഇബാദത്ത് നൽകിയാൽ, അവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, അതോടുകൂടി ചിന്തിക്കുക, അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, അവൻ മുശ്രിക്കായി തീരുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്കാകുന്നു ഏറ്റവും ഗുരുതരമായ പാപം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കുക എന്നത് ഒരാൾക്കും പുറത്തു നൽകുന്നതല്ല. ഒരാൾ മരിച്ചു പോകുന്ന വേളയിൽ അല്ലാഹുവിന് പങ്കു ചേർക്കുന്ന അവസ്ഥയിലാണ് മരിച്ചുപോയത് എങ്കിൽ, ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അവൻ ഒരാൾക്കും ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന് പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആലോചിക്കുക. നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നത്, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ ഉംറകൾ, ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? ഈ പ്രവർത്തനങ്ങൾ പരലോകത്ത് നമുക്ക് ഉപകരിക്കണമോ? സഹോദരങ്ങളെ, ശിർക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം വഹീ നൽകിയിരിക്കുന്നു, അങ്ങേക്ക് നാം അറിയിച്ചു തന്നിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങേക്ക് മുൻപുള്ള റസൂലുകൾ, നബിമാർ, അവർക്കെല്ലാം നാം വഹീ നൽകിയിരിക്കുന്നു, അവരെയെല്ലാം നാം അറിയിച്ചിരിക്കുന്നു. ലഇൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്താൽ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, ലയഹ്ബതന്ന അമലുക,
നിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. സഹോദര, പ്രിയപ്പെട്ട മുസ്ലിമെ, ചിന്തിക്കുക, ആലോചിക്കുക. എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വർഷങ്ങളോളം നീ നിസ്കരിച്ചാൽ നിനക്കത് ഉപകരിക്കുകയില്ല. നോമ്പെടുത്താൽ നിനക്കത് പ്രയോജനം ചെയ്യുകയില്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗത്തിൽ ഒരു ദിവസം പോലും കാലുവെക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ആ അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരേ ഒരു തിന്മ മാത്രമാണുള്ളത്, അത് ശിർക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിനെ കരുതിയിരിക്കണം, ശിർക്കിനെ നിങ്ങൾ പേടിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന കാര്യം നമുക്ക് പേടിയുണ്ടാകണം. ചില ആളുകൾ പറയും, ഞാൻ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നു, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ പല പല പ്രവർത്തനങ്ങൾ, നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുന്നുണ്ട്, എനിക്ക് ശിർക്ക് വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ അരികിൽ ശിർക്ക് സംഭവിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള റസൂലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അദ്ദേഹത്തിന്റെ ദുആകളിൽ ഒന്ന്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, വജ്നുബ്നി, റബ്ബേ, നീ എന്നെ അകറ്റി നിർത്തണം, നീ എന്നെ കാത്തുരക്ഷിക്കണം, നീ എന്നെ സംരക്ഷിക്കണം. വജ്നുബ്നി വബനിയ, എന്നെയും എന്റെ മക്കളെയും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണം. അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകുന്നതിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതാ ശിർക്കിന്റെ കാര്യം ഏറ്റവും ഗൗരവത്തിലെടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറാകണം. മരിക്കുന്നതിന് മുൻപ് ആ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ തിരിച്ചു വരാൻ നിങ്ങൾക്കൊരു അവസരമില്ല എന്ന കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ഈ തിന്മ, ശിർക്ക് എന്ന ഗുരുതരമായ പാപം, ആ പാപം നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറായിൽ നരകവാസികൾ, മുശ്രിക്കുകൾ, ശിർക്കിൽ അകപ്പെട്ടുപോയ ആളുകൾ, അവർ നരകത്തിലെത്തിയതിനു ശേഷം അവർ നരകത്തിൽ വിലപിക്കുന്ന വിലാപത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ. ആ നരകവാസികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നരകത്തിലായിരിക്കെ അവർ തമ്മിൽ തർക്കിക്കുന്നതാണ്, അവർ തമ്മിൽ വാദിക്കുന്നതാണ്. അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തന്നെ സത്യം, നാം ഭൂമിയിലായിരിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം ചെയ്തിരുന്നത് വലിയ അപരാധം തന്നെയായിരുന്നു, നമ്മൾ അകപ്പെട്ടിരുന്നത് വ്യക്തമായ വടികേട് തന്നെയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. നമ്മൾ ചെയ്ത പാപം എന്താണ്? ഇദ് നുസവ്വീകും, നാം നിങ്ങളെ സമമാക്കി. അറബിയിൽ പറയും സവാ, തുല്യമാണ്. ഇദ് നുസവ്വീകും, നാം നിങ്ങളെ തുല്യമാക്കി. ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനോട് ഞങ്ങൾ നിങ്ങളെ തുല്യരാക്കി. അതാണ് ഞങ്ങൾക്ക് സംഭവിച്ച അബദ്ധം. ആലോചിക്കുക, എന്താണ് പറ്റിയ പിഴവ്? എങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചത്? റബ്ബുൽ ആലമീനായ, ലോകങ്ങളുടെ സൃഷ്ടാവായ, ആകാശഭൂമികളെ പടച്ചവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനായ, ആകാശഭൂമികളെയോളം അതിനെ വിശാലമായി വഹിക്കുന്ന കുർസിയിന്റെ ഉടമസ്ഥനായ, മഹത്തരമായ അർശിന്റെ ഉടമസ്ഥനായ ഏകനായ റബ്ബ്, ആ റബ്ബിന് തുല്യമായി സൃഷ്ടികളെ കണ്ടു
എന്നതാണ് അവർക്ക് സംഭവിച്ച ശിർക്ക്. നിങ്ങൾക്ക് മനസ്സിലാകണമോ കാര്യം? അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പ്രയാസങ്ങളിൽ രക്ഷ തേടാൻ ചോദിക്കുന്നതുപോലെ, അല്ലാഹുവിനോട് തേടുന്നതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് തേടാം. ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ചോദിക്കാം. വദ്ദിനോടും സുവാഇനോടും യഹൂസിനോടും യഊഖിനോടും ചോദിക്കാം. അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ചോദിച്ചപ്പോൾ അവർ അല്ലാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും തുല്യ പദവിയിലാക്കി. അതാണ് അവർക്ക് സംഭവിച്ച പിഴവ്. റബ്ബിനോട് ചോദിക്കേണ്ട കാര്യം റബ്ബിന്റെ സൃഷ്ടികളോട് ചോദിച്ചു. അല്ലാഹുവിനോട് തേടേണ്ട കാര്യം അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചു. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നു വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ആലോചിക്കുക, ഈ ആയത്ത് നിങ്ങൾ ചിന്തിക്കുക. ഫഇദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ തിരമാലകൾ അവരെ മൂടുമെന്ന് അവർ പേടിച്ചാൽ, പ്രയാസങ്ങൾ അവർക്ക് നേരെ ആർത്തലച്ചു വന്നു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ അല്ലാഹുവിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് മാത്രമായി അവർ പ്രാർത്ഥിക്കുന്നതാണ്. ആലോചിക്കുക, കപ്പലിലെത്തിയാൽ പറയും അല്ലാഹുവെ കാക്കണേ. കടലിലെ തിരമാലകൾ വന്നാൽ പറയും അല്ലാഹുവെ കാക്കണേ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കരയിലെത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളോടും അവർ ചോദിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ പോലെ എന്നവർ വിശ്വസിച്ചില്ല. കടലിലെത്തിയാൽ അവർക്കറിയാം അല്ലാഹുവിനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരയിലെത്തിയാൽ അല്ലാഹുവിനോട് ചോദിച്ച കാര്യം അല്ലാഹു അല്ലാത്തവരോട് അവർ ചോദിക്കും. അതിനെയാണ് അല്ലാഹു ശിർക്ക് എന്ന് പറഞ്ഞത്. ആലോചിക്കുക, നന്നായി ചിന്തിക്കുക. കടലിലെത്തിയാൽ അവർക്കറിയാം റബ്ബിനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കരയിലെത്തിയാൽ, കടലിൽ വെച്ച് അല്ലാഹുവിനോട് തേടിയവർ കരയിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യം അവർ സൃഷ്ടികളോട് ചോദിക്കും. ലാത്തയെ കാക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കുട്ടികളെ തരണേ. അങ്ങനെ അങ്ങനെ അവർ തേടും. അതാണ് അവർക്ക് സംഭവിച്ച ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കേൾക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു വലിയ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, ശ്രദ്ധിക്കുക, അല്ലാഹു കേൾക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു വലിയ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു കാണുന്നതുപോലെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു റസൂൽ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ സഹായിക്കുന്നതുപോലെ അല്ലാഹു അല്ലാത്തവർ സഹായിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ, അതോടുകൂടി അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു, മുശ്രിക്കായിരിക്കുന്നു, കാഫിറായിരിക്കുന്നു, മുർത്തദ്ദായിരിക്കുന്നു. മരണത്തിന് ശേഷം ശാശ്വതമായ നരകത്തിന് അർഹതയുള്ള പ്രവർത്തനമാണ് അവൻ ചെയ്തു വച്ചിരിക്കുന്നത്. നന്നായി മനസ്സിലാക്കുക. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കേണ്ട കാര്യം ഇതാ ഇവിടെ അടുത്ത് ജാറമുണ്ട്, മഖ്ബറയുണ്ട്, മണത്തലയിലെ ജാറം. അവിടെ അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ നടക്കുന്ന നേർച്ച പ്രസിദ്ധമാണ്. ഈ ജാറത്തിൽ കിടക്കുന്ന വലിയന് എന്റെ പ്രയാസങ്ങൾ കാണാൻ കഴിയുമെന്ന്, ആ പ്രയാസങ്ങളിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസമാണ് സഹോദരങ്ങളെ ശിർക്ക് എന്ന് പറയുന്നത്. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കടലിലെത്തിയാലെങ്കിലും അല്ലാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യുന്നവരായിരുന്നു എങ്കിൽ, ഇന്നിതാ ആളുകൾ കരയിലാകട്ടെ, കടലിലാകട്ടെ, ഏതു സന്ദർഭത്തിലാകട്ടെ, വിമാനത്തിലാകട്ടെ, അല്ലാഹു അല്ലാത്തവരോട് തേടണം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം. ഇതാ CM മടവൂരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, വിമാനത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, മടവൂരൊന്ന് കണ്ണുപൂട്ടി കഴിഞ്ഞാൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്നു പഠിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന് ഉച്ചരിക്കുന്ന മുസ്ലിം സമൂഹം എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഗർത്തത്തിന്റെ വലുപ്പം എന്തുമാത്രം വലുതാണ്. റബ്ബിലേക്ക് മടക്കപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക അല്ലാഹുവിന്റെ റസൂലേ, ഇതാ എന്റെ മാർഗം ഇസ്ലാം, ഈ മാർഗത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറയപ്പെട്ട ഒരു പ്രവാചകൻ, എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ആ റസൂലിനെ അനുസരിക്കേണ്ട ഒരു സമൂഹം അവർ ഇന്ന് പറയുന്നു. ഇന്ന് ഇതാ പറയുകയാണ്, സമസ്ത ഉണ്ടാക്കിയത് തന്നെ, സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്, CM മടവൂരെ കാക്കണേ എന്ന്, മുഹൈദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഇസ്ലാമും സമസ്തയും തമ്മിലുള്ള അകൽച്ച എത്ര വലുതാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞ മറ്റാരാണുള്ളത്? എന്നാൽ സമസ്ത പറയും, നോക്കൂ നിങ്ങൾ, ഈ നേർച്ചയുടെ ഭാഗമായി ഇനി ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമല്ലോ, ആ പരിപാടികളിൽ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? റബ്ബിനെ കുറിച്ച് നിങ്ങളോട് അവർ പറഞ്ഞു നൽകുന്നത് എന്താണ്? ഇതാ ഇത്ര കാലമായി നമ്മൾ മസ്ജിദുകളിൽ പോകുന്നു, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മുസ്ലിയാക്കന്മാർ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? ഏതോ കറാമത്തു കഥകൾ, എവിടെയോ നടന്ന കാര്യങ്ങൾ, ആരാണ് പറഞ്ഞതെന്നറിയാത്ത, ആരാണ് കേട്ടതെന്നറിയാത്ത, ആരാണ് സാക്ഷിയായതെന്നറിയാത്ത അനേകം കള്ളക്കഥകൾക്കപ്പുറം നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്നെ പടച്ച നിന്റെ സ്രഷ്ടാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞില്ലേ, വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം, അല്ലാഹ് ഗഫൂറാണെന്ന് പഠിക്കണം, അല്ലാഹ് റഹീമാണെന്ന് പഠിക്കണം. റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആനിലെ 1/3 എന്ന് പറയപ്പെട്ട അധ്യായം ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ 4 വചനങ്ങളുണ്ട്. 4 വചനങ്ങൾ ആരെ കുറിച്ചാണ്? അല്ലാഹുവിനെ കുറിച്ചാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ അധ്യായം. ആ അധ്യായത്തിലെ ആയത്തുകൾ നോക്കുക, ആരെ കുറിച്ചാണ്? അല്ലാഹുവിനെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ആരെ കുറിച്ചാണ് പറഞ്ഞത്? റബ്ബിനെ കുറിച്ചാണ്. ലോകങ്ങളെ പടച്ച റബ്ബിന് സർവസ്തുതിയും, റഹ്മാനും റഹീമുമായവൻ, ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചവൻ, ഇതാ പരലോകത്തിന്റെ ഉടമസ്ഥനായവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയും അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരണവുമാണ് അതിലുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തേതാണ് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി നോക്കൂ നിങ്ങൾ, 10 വചനങ്ങൾ, 10 വാചകങ്ങൾ ആയത്തുൽ കുർസിയിലുണ്ട്. 10 വാചകങ്ങളും അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇന്ന് പുരോഹിതന്മാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. റബ്ബിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്? അല്ലാഹുവിനെ കുറിച്ച് അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, എത്ര വർഷമായി ജീവിക്കുന്നു? ഇതാ ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ, സമസ്തയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നവരിൽ, ജാറത്തിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നവരിൽ, അങ്ങനെ പലരുമുണ്ടല്ലോ. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? നീ അത് പഠിച്ചിട്ടുണ്ടോ? നീ അത് പഠിക്കാനെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് നീ മുസ്ലിമായി എന്നതിന്റെ അർത്ഥം? നീ മുസ്ലിമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. ആരോട് പറഞ്ഞതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കാണത്. എന്നാൽ എന്റെ സഹോദര, നീ എന്താണ് ഇതിനെ കുറിച്ച് പഠിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന വാക്കിനെ കുറിച്ച് നിനക്ക് എന്താണ് അറിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് ഞാൻ നിന്നെ കേൾപ്പിക്കട്ടെ. മമ്മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. ആരെങ്കിലും മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ സ്വർഗത്തിലാണ്. നിനക്ക് സ്വർഗത്തിൽ പോകണമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. നിനക്ക് സ്വർഗത്തിൽ പോകണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. സഹോദരങ്ങളെ, ഇന്നിതാ ജാറങ്ങൾക്കരികിൽ, മഖ്ബറകൾക്കരികിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന പേരിൽ ഖുതുബിയ്യത്തിൽ, മാലകളിൽ, മൗലീദുകളിൽ നടമാടുന്നത് തനിച്ച ശിർക്കൻ, തനിച്ച ബഹുദൈവ ആരാധനയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച കുഫ്റാൻ. എന്റെ ജനങ്ങളെ, ഇത് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിക്കണം. മക്കയിലെ മുശ്രിക്കുകൾ അവരോട് ചോദിക്കുകയാണ്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അല്ലാഹു ആണെന്ന് അവർ പറയുമായിരുന്നു. ആർക്കാണ് ആകാശഭൂമികളുടെ ഉടമസ്ഥാവകാശമുള്ളത്? ആരാണ് രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നത്? അത് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അല്ലാഹു ആണെന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ ഇന്നിതാ സഹോദരങ്ങളെ, പുരോഹിതന്മാർ പറഞ്ഞ് അവസാനം പറയുകയാണ്, മരിക്കുമ്പോൾ സിഎം എന്ന് പറഞ്ഞു മരിച്ചാൽ സ്വർഗമുണ്ട്, സിഎം എന്ന് പറഞ്ഞു മരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് മുസ്ലിം സമൂഹമേ നമ്മൾ എത്തിപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കേണ്ട ഒരു സമൂഹം, അത് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം എങ്ങനെയാണ് അല്ലാഹുവിൽ നിന്ന് അകന്നുപോയത്? റബ്ബിനെ കുറിച്ച് നമ്മുടെ ബോധ്യം എന്താണ്? അല്ലാഹുവിന് നമ്മൾ നൽകിയ പ്രാധാന്യം എന്താണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് അദ്ദേഹം ചോദിച്ചില്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്റെ ജനങ്ങളെ, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? മാലക്കും എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ. അല്ലാഹുവിന് നിങ്ങൾ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ലേ? അല്ലാഹുവിന് നിങ്ങൾ ഒരു സ്ഥാനം നൽകുന്നില്ലേ? നിങ്ങൾക്ക് മക്കളെ വേണമോ? നിങ്ങൾ വലിയനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ദാരിദ്ര്യം നീങ്ങണോ? നിങ്ങൾ ഔലിയാക്കന്മാരോടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? റസൂലുള്ളാഹിയോടാണ് നിങ്ങൾ. അല്ലാഹുവിന് എന്ത് സ്ഥാനമാണുള്ളത്? റബ്ബിന് എന്തു പദവിയാണുള്ളത്? ആകാശഭൂമികളെ പടച്ച റബ്ബ്, അവനെ മാത്രം വിളിച്ചു തേടണമെന്ന് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബിദാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. റബ്ബ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ആർക്കരികിലേക്കാണ് ഈ പോകുന്നത്? ആരുടെ അരികിലേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? ആരെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്? ആരെയാണ് നിങ്ങളുടെ അവലംബമായി നിങ്ങൾ കാണുന്നത്? ആരാണ് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ നാട്ടിലിതാ വ്യാപകമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു, കൊറോണയുണ്ടായി. ആ സന്ദർഭത്തിൽ ചില ആളുകൾ പറഞ്ഞു, 1000 തവണ നിങ്ങൾ വിളിക്കുക, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അങ്ങനെ വിളിക്കുക. അങ്ങനെ 1000 തവണ വിളിച്ചാൽ വിളിക്കപ്പെടുന്ന മഹല്ലുകളിൽ നിന്ന് കൊറോണ അവസാനിക്കുന്നതാണ് എന്ന് ആളുകൾ പറഞ്ഞു പഠിപ്പിക്കപ്പെടുകയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, അല്ലാഹുമ്മ റബ്ബന യാ ഹയ്യു യാ ഖയ്യൂം. ഇതല്ലാതെ ഒരു പ്രാർത്ഥന, ഒരു ദുആ, ഒരു സഹായതേട്ടം അല്ലാഹുവിനോടല്ലാതെ ഒന്ന് ഏതെങ്കിലും ഒരു ഹദീസിൽ, ഒരൊറ്റ ഹദീസിൽ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായില്ലേ, ഏതെങ്കിലും ഒരു ഹദീസിൽ അല്ലാഹു അല്ലാത്തവരോട് തേടിയ ഒരു സംഭവമുണ്ടോ സഹോദര? ഒരൊറ്റ കാര്യം, ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ജാറത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിക്കും, വലിയ കുട്ടിയെ തരണേ. ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ പറയുകയാണ്, ഒരു കുട്ടി, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് വർഷങ്ങളായി കുഞ്ഞില്ല. രാത്രി നിസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, അതുപോലെ നിസ്കാരങ്ങളിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞു തേടുന്നു, റബ്ബേ ഒരു കുഞ്ഞിനെ തരണേ, റബ്ബേ ഒരു കുഞ്ഞിനെ കിട്ടണേ. നീണ്ട പ്രാർത്ഥനകൾ, വർഷങ്ങൾ പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം ആ സ്ത്രീയുടെ വീട്ടിൽ CM മടവൂര് വന്നത്രേ. അങ്ങനെ CM മടവൂര് പറഞ്ഞു, നിനക്ക് കുട്ടിയായിട്ടില്ല അല്ലേ, ഇതാ നിനക്ക് ഞാൻ കുട്ടിയെ തന്നിരിക്കുന്നു. 25 വർഷമായി അല്ലാഹു നൽകാത്തത് CM മടവൂർ നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മുസ്ലിമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ ഇത്? ചിന്തിക്കുക നിങ്ങൾ. റബ്ബിനൊരു പ്രാധാന്യമില്ല. ഖുർആനിൽ അല്ലാഹു യഹൂദരെ കുറിച്ച് പറഞ്ഞില്ല, വമാ ഖദറുല്ലാഹ
ഹഖ ഖദ്രി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിന് അവർ നൽകേണ്ട ഗാംഭീര്യം നൽകിയിട്ടില്ല. ആകാശഭൂമികളെ പടച്ച റബ്ബ്, അവൻ അയച്ച റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് തേടാൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർറിനോട് ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ഇതാ സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്. പാള കിതാബുകളിലെ കഥകളല്ല, ആരോ പറഞ്ഞു, ഏതോ ഹാജിയാർ പറഞ്ഞു, അങ്ങനെയല്ല, റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹ്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടരുത്, അല്ലാഹു അല്ലാത്തവർക്ക് മുൻപിൽ സുജൂദ് ചെയ്യരുത്. ജാറങ്ങളിലോ മക്ബറകളിലോ ഉള്ളവർക്ക് നിനക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല. മനുഷ്യരെ ചിന്തിക്കുക, നിനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആവതുണ്ട്. ഖബറുകളിൽ കിടക്കുന്നവർ, അവർക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ, അവരുടെ കണ്ണുപോലും തുറക്കാൻ വയ്യ. നിനക്ക് കണ്ണുകൾ പൂട്ടി തുറക്കാൻ കഴിയുന്നുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. നിന്നേക്കാൾ കഴിവില്ലാത്തവരോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്നേക്കാൾ ശേഷിയില്ലാത്തവരോടാണ് നീ തേടുന്നത്. നിനക്ക് ബുദ്ധിയില്ലേ? അല്ലാഹു പറഞ്ഞില്ല, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുക, ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യാൻ പാടില്ല. വഇൻ ഹുർഖ്ത ഔ ഖുത്തിഅത, നിന്റെ ശരീരം ജീവനോടുകൂടി നിന്ന നിൽപ്പിൽ കത്തിക്കപ്പെട്ടാലും, നിന്നെ ഒരാൾ കത്തിക്കുമെന്ന് പറയുകയാണ്, നിന്നെ കത്തിച്ചു കളയുമെടാ, അല്ലാഹു അല്ലാത്തവരോട് വിളിക്കെന്ന് പറഞ്ഞാൽ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ഉള്ളത്. ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഹുർഖ്ത ഔ ഖുത്തിഅത, നിന്റെ ശരീരം, അതിലെ ഓരോ അവയവങ്ങളും, വിരലുകൾ, കൈകൾ, കൈപ്പത്തികൾ ഓരോന്നോരോന്നായി കഷ്ണം കഷ്ണമായി മുറിച്ചു നീക്കപ്പെട്ടാലും ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. എന്റെ ജനങ്ങളെ, സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ളവരെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹുവിനെ പേടിക്കുന്നവരെ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കരുത്. റസൂൽ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങളുടെ വിളി കേൾക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും. സഹോദരങ്ങളെ, ഈ വാക്കിന് ശേഷം ചില തുടർച്ചകളുണ്ട് ഇൻഷാ അല്ലാഹ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഈ സംസാരത്തിന്റെ തുടർച്ച കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമുക്കേവർക്കും അല്ലാഹു അവന്റെ ദീനിലെ ശരിയായ വഴി റബ്ബ് നമുക്കേവർക്കും കാണിച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വസല്ലല്ലാഹു വസല്ലം.